മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 33. ഇന്നലെ ഒരു സമ്പ്രദായക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. നമുക്ക് ലഭിക്കുന്നതിൽ കൂടുതൽ കൊടുക്കുവാൻ നാം ശ്രമിക്കണം. പക്ഷെ മറ്റുള്ളവർ നമ്മെ സഹായിച്ചില്ല എന്ന ചിന്ത ഉപേക്ഷിക്കുന്നതാണ് ജീവിത വിജയ രഹസ്യം. ബലഹീനായ വഴിപോക്കനെ തസ്കരന്മാർ ആക്രമിച്ചു മുറിവേൽപ്പിക്കുകയും മുതൽ കൊള്ള ചെയ്യുകയും ചെയ്തു. ആ വഴിയായി വന്ന പുരോഹിതനും ലേവ്യനും മുറിവേറ്റു കിടന്ന മനുഷ്യനെ കണ്ട് മാറിക്കടന്നു. പിന്നീട് വന്ന സമറിയാക്കാരൻ വരാവുന്ന ആപത്തുകളെ അവഗണിച്ച് മുറിവേറ്റവരെ സഹായിച്ചു. മറ്റുള്ളവർ നശിച്ചാലും സ്വന്തം കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ കള്ളന്മാർക്ക് തുല്യമാണ്. നിന്റേത് എനിക്ക് വേണ്ട, എന്റേത് തരികയുമില്ല എന്ന് പറയുന്നവർ ആ പുരോഹിതന്റെയും ലേവ്യന്റെയും ഗണത്തിൽപ്പെടുന്നു. എന്റേത് നിനക്ക് വേണ്ടിയും കൂടിയാണ് എന്ന് കരുതുന്നവർ നല്ല സമറായന് തുല്യനാണ്. നല്ല സമറായരായി ജീവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന നമുക്ക് പ്രതിഫലം കിട്ടുന്നില്ല എന്ന് ചിന്തിച്ച് നാം ഭാരപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ നാം സ്വീകരിക്കുന്നതിൽ കൂടുതൽ സഹായം കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം. നാം മറ്റുള്ളവർക്ക് ചെയ്ത സഹായങ്ങളെ പറ്റി ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. നല്ല ഭക്ഷണം പലതവണ നാം കഴിച്ചിട്ടുണ്ട്. അതൊന്നും സന്തോഷം തരുന്ന ഓർമ്മകളായിരിക്കുകയില്ല. എന്നാൽ വിശന്ന് ക്ഷീണിച്ചു വന്ന ഒരാൾക്ക് നല്ല ഒരു ഭക്ഷണം കൊടുത്ത് ഓർക്കുമ്പോൾ അഭിമാനത്തിന്റെ ചിന്തകൾ മനസ്സിലുണ്ടാകും. കൊടുക്കുന്നതിന്റെ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അവരെന്റെ വക ആഗ്രഹിക്കുന്നത് കൊള്ളയാണ്, കൊടുക്കുന്നത് സമ്പാദ്യവും. അപ്പൊ എനിക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് നൽകുന്ന, ആ സ്നേഹം പങ്കുവെക്കുന്ന ഒരു നല്ല സമറിയാക്കാരനാകുവാൻ നമുക്ക് കഴിയണം. അതാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.